കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ വാർത്താ സമ്മേളനത്തിനിടെ ഇന്ന് പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം കഴിഞ്ഞ ദിവസം സ്റ്റിംഗ് ഓപ്പറേഷനിൽ കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനാണ് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. ആ വാർത്താ സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹം പൊട്ടിക്കരഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊന്നും ഒളിച്ചു വെക്കാനില്ല, ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വം ഇതിൽ നടന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തൻ്റെ സത്യസന്ധത തെളിയിക്കാൻ ഏതറ്റം വരെ പോകും. നിയമപരമായി ഇത്തരമൊരു പ്രതിസന്ധിയെ താൻ നേരിടും. റിപ്പോർട്ടർ എന്ന നിലയിൽ ഒരാൾ തന്നെ സമീപിച്ചു. സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അതിലെന്തെങ്കിലും വ്യാജമായി കെട്ടിച്ചമച്ച ഒരു വീഡിയോയാണ് TV9 എന്ന TV സംപ്രേഷണം ചെയ്തത്. ഇതിൽ അടിസ്ഥാനപരമായി യാതൊരു തരത്തിലുള്ള വസ്തുതയുമില്ല. എല്ലാം അടിസ്ഥാനരഹിതമായ കാര്യമാണ്. തൻ്റെ പൊതുപ്രവർത്തനം ഒരു തുറന്ന പുസ്തകമാണ്. ആർക്കും അത് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. തനിക്ക് പൊതുജനങ്ങളിൽ നിന്ന് ഒന്നും ഒളിക്കാനില്ല. ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ പോരാട്ടത്തിന് ആരെങ്കിലും ഒരുങ്ങിയാൽ നേരിടാൻ തയ്യാറാണ്. കാരണം ഇത് എൻ്റെ ജീവൻ മരണ പോരാട്ടമാണ്. ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സത്യസന്ധത ജനങ്ങൾക്ക് മേൽ, അതായത് എന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് മുന്നിൽ, കോൺഗ്രസ് പ്രവർത്തകർക്ക് മുന്നിൽ, 100,000 ആൾക്കാർക്ക് മുന്നിൽ, എന്നെ അറിയുന്ന ആൾക്കാർക്ക് മുന്നിൽ, കേരളീയ ജനതയ്ക്ക് മുന്നിൽ എൻ്റെ സത്യസന്ധത തെളിയിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഏത് അറ്റം വരെ പോരാടാനും താൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, CPM ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. അവരുടെ ഏറ്റവും തരംതാണ രാഷ്ട്രീയത്തിന് ഉദാഹരണമാണ് ഇപ്പോൾ തനിക്കെതിരെ ഉയർത്തുന്ന ആരോപണമെന്നും MK രാഘവൻ പറഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള സത്യസന്ധത ഈ വാർത്തയ്ക്ക് ഉണ്ടെങ്കിൽ തൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്നും MK രാഘവൻ പറഞ്ഞു. ഏതായാലും അദ്ദേഹത്തിനെതിരെ കോടികളുടെ അഴിമതി ആരോപണമാണ് ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ വഴി TV9 എന്ന ദേശീയ മാധ്യമം ഇന്നലെ പുറത്തുവിട്ടത്. 2014 തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കാനും മറ്റുമായി 20 കോടി രൂപ ചെലവിട്ടെന്ന സംഭാഷണം അടങ്ങുന്ന ഒളിക്യാമറ ദൃശ്യങ്ങളാണ് ഇന്നലെ TV9 പുറത്തുവിട്ടത്. MK രാഘവനെ കൂടാതെ വിവിധ പാർട്ടികളിൽ നിന്നായി ഏകദേശം 15ഓളം MPമാർ ഇതേ സ്റ്റിംഗ് ഓപ്പറേഷനിൽ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഏതായാലും ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം MK രാഘവൻ വളരെ വികാരഭരിതനായിട്ടാണ് ഇടപെട്ടത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പൊട്ടിക്കരയുക പോലും ചെയ്യുകയുണ്ടായി. തനിക്ക് ഇനിയും ജീവിച്ചിരിക്കണം, അതുകൊണ്ട് തൻ്റെ സത്യസന്ധത തെളിയിക്കേണ്ട ബാധ്യത തനിക്ക് തന്നെയാണ്. ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ സത്യസന്ധത, അല്ലെങ്കിൽ തൻ്റെ സത്യസന്ധത തീർച്ചയായും തെളിയിക്കും. അതിന് ഏതറ്റം വരെയും ഏത് വഴി വരെ താൻ പോകാനും തയ്യാറാണ് എന്നാണ് ഇന്ന് MK രാഘവൻ കോഴിക്കോട്ട് പറഞ്ഞത്.